ഹായ് ഓൾ, എൻ്റെ പേര് അർച്ചന. ഞാനിപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റീൻ്റെ മെയിൻ ക്യാമ്പസിൽ നിന്ന് PG കംപ്ലീറ്റ് ചെയ്തൊരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഇന്ന് യൂണിവേഴ്സിറ്റീൻ്റെ കോട്ടയത്തെ നമ്മുടെ മെയിൻ ക്യാമ്പസിൻ്റെ ക്യാമ്പസ് ടൂറാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. കുറേ കാലമായിട്ട് എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ക്യാമ്പസ് എന്ന് പറഞ്ഞ ഒരു 100-110 ഏക്കർ ഉണ്ട്. ഇതിനുള്ളിൽ തന്നെ ഒരു 10-30 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക്, പരീക്ഷാ ഭവൻ, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ ഒരു ദിവസം ഇതിനു വേണ്ടി ഇറങ്ങുക തന്നെ വേണം. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ ഡീറ്റെയിൽസും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്യാമ്പസിലേക്ക് പുതിയതായിട്ട് പഠിക്കാനൊക്കെ വരുന്ന സ്റ്റുഡൻസിനാണെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ക്യാമ്പസിനെ കുറിച്ച് കിട്ടും. അതുപോലെ തന്നെ ഹോസ്റ്റലും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ ക്യാമ്പസിൻ്റെ ഫ്രണ്ട് ഗേറ്റ്. ഈ റോഡ് നേരെ പോകുന്നത് കോട്ടയത്തേക്കാണ്. ഇപ്പോൾ കാണിക്കുന്ന ഈ റോഡ് എറണാകുളത്ത് നിന്ന് വരുന്ന റോഡാണ്. അതിരമ്പുഴയ്ക്ക് ശേഷം ആയിട്ടാണ് നമ്മുടെ ക്യാമ്പസിൻ്റെ ലൊക്കേഷൻ വരുന്നത്. നമ്മുടെ ക്യാമ്പസിൻ്റെ മെയിൻ ഗേറ്റാണിത്. കോട്ടയത്ത് 43 വർഷത്തിന് മുമ്പ് 1983 ഈ യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത്. ആദ്യമായിട്ട് ക്യാമ്പസിലേക്ക് വരുന്നവർക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ട് ഇവിടെ ഒരു മാപ്പൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ക്യാമ്പസിൻ്റെ ഏത് ഏരിയയിലേക്കാണ് പോകേണ്ടതെന്നുള്ളൊരു ഐഡിയ ഇവിടുന്ന് കിട്ടും. സോ ഗായ്സ്, വെൽക്കം ടു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ എൻട്രൻസ് ഗേറ്റ്. എല്ലാ ദിവസവും 100 കണക്കിന് ആൾക്കാർ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിലേക്കും പഠിക്കാനും ഒക്കെ ആയിട്ട് വരുന്ന ഒരു മെയിൻ ഏരിയ ആണിത്. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ട്രാവൽ പ്ലാനിങ്, ഹോസ്പിറ്റാലിറ്റി, ഡെസ്റ്റിനേഷൻ ഡെവലപ്മെൻ്റ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് ആ ഒരു കോഴ്സ് എടുക്കുന്നത്. PG ലെവൽ കോഴ്സാണ്. അടുത്തത് നമ്മുടെ യൂണിവേഴ്സിറ്റിക്ക് സ്വന്തമായിട്ട് ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട്. നമുക്ക് ലെറ്റേഴ്സ്, പാഴ്സൽസ്, സ്പീഡ് പോസ്റ്റ്, ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അയക്കാനായിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് ഇവിടെ ഉള്ളത്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോൾ ഇന്നൊവേഷൻ ലാബാണുള്ളത്. പേര് പോലെ തന്നെ പുതിയ ഐഡിയാസ്, ക്രിയേറ്റിവിറ്റി, റിസർച്ച്, ഇന്നൊവേഷൻ എല്ലാം എൻകറേജ് ചെയ്യുന്ന ഒരു സ്പേസാണിത്. സ്റ്റുഡൻസിൻ്റെ പ്രൊജക്ട് ഡെവലപ്മെൻറ്റ് ചെയ്യാനും ടെക്നോളജി എക്സ്പ്ലോർ ചെയ്യാനും സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ഡിസ്കസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരു സപ്പോർട്ടീവ് എൻവയോൺമെൻറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അസംബ്ലി ഹാള്. യൂണിവേഴ്സിറ്റിയിലെ സെമിനാർ, കോൺഫറൻസ്, വർക്ക്ഷോപ്പ്, കൾച്ചറൽ പ്രോഗ്രാംസ്, ഒഫീഷ്യൽ മീറ്റിംഗ്സ്, അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ഇവിടെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ കറൻ്റ്ലി ഒരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ബിൽഡിങ്ങിൻ്റെ. യൂണിവേഴ്സിറ്റിയിൽ കണ്ടിന്യൂസ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇത്. സ്റ്റുഡൻറ് സപ്പോർട്ട് സെൻറ്റർ, പാർട്ടി ഓഫീസ് ഒക്കെ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രിൻറ്റ് ആൻഡ് പബ്ലിഷിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡിംഗ് കൊടുത്തിട്ടുണ്ട്. ബുക്സ്, മാഗസിൻ, ന്യൂസ് പേപ്പർ, അക്കാഡമിക് പബ്ലിക്കേഷൻസ്, അങ്ങനെ പ്രിൻറ്റ് മീഡിയയുടെ ഒരു സ്പേസ് ആയിട്ടാണ് ഇതുള്ളത്. ഇവിടെ തന്നെ മിൽമാക്കടയുണ്ട്. എല്ലാവരും ചായ കുടിക്കാൻ വരുന്ന ഒരു നോർമൽ സ്പോട്ടാണ്. ഓപ്പോസിറ്റ് സൈഡിലായിട്ട് സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൻ്റെ ബിൽഡിങ്ങും നമുക്ക് കാണാൻ പറ്റും. പിന്നെ നേരെ നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് സ്കൂൾ ഓഫ് ജെൻഡർ സ്റ്റഡീസ് ആണുള്ളത്. നല്ലൊരു കോഴ്സാണിത്. സൊസൈറ്റിയിലെ ജെൻഡർ ഇക്വാലിറ്റി, വിമൻ എംപവർമെൻറ്റ്, സോഷ്യൽ ജസ്റ്റിസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവിടെ പഠിപ്പിക്കുന്നത്. പിന്നെ ഇത് എൻ്റെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ. ഇവിടെ ഞങ്ങളുടെ കോഴ്സ് കൂടാതെ തന്നെ കുറേ ഡിപ്ലോമ കോഴ്സസും അഡീഷണൽ കോഴ്സസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊരു സ്പേസ് കാണാം. ഇതിനെ അഷ്ടദളം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവിടെ കുറേ പ്രോഗ്രാംസ്, ഇങ്ങനെ വർക്ക്ഷോപ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഈ നിർത്തിയിട്ടിരിക്കുന്നതൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റീൻ്റെ ബസ്സാണ്. ഇതാണ് ടിപ്പിക്കൽ നിങ്ങൾ ഫോട്ടോസിലൊക്കെ കാണുന്ന MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിൻ്റെ ഒരു വ്യൂ. ഇവിടുന്ന് നമ്മളിപ്പോൾ നേരെ പോകുന്നത് പരീക്ഷാ ഭവനിലേക്കാണ്. യൂണിവേഴ്സിറ്റിയുടെ എക്സാമിനേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മേജർ ആക്ടിവിറ്റീസും ഇവിടെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. എക്സാം നോട്ടിഫിക്കേഷൻസ്, ക്വസ്റ്റ്യൻ പേപ്പർ മാനേജ്മെൻറ്റ്, വാല്യുവേഷൻ പ്രോസസ്, റിസൾട്ട് പബ്ലിക്കേഷൻ, സർട്ടിഫിക്കറ്റ് പ്രോസസ്സിംഗ്, അങ്ങനെ സ്റ്റുഡൻസിൻ്റെ അക്കാഡമിക് ജേണിയിൽ വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യുന്ന ഒരു ഓഫീസാണിത്. ഓൾമോസ്റ്റ് എവറി MG യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് വിൽ ഹാവ് എ കണക്ഷൻ വിത്ത് ദിസ് ബിൽഡിംഗ്. പിന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് എന്തെങ്കിലുമൊക്കെ പേപ്പർ വർക്ക്സിനായിട്ട് വരുന്ന ആൾക്കാരും ഏറ്റവും കൂടുതൽ ചോദിച്ചു വരുന്നത് ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് കഴിഞ്ഞിട്ട് പരീക്ഷാഭവൻ എവിടെയാണെന്നാണ്. അപ്പോൾ നേരെ കയറി വരുന്നവർക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ ഏകദേശം ഐഡിയ കിട്ടും. സ്ട്രെയിറ്റ് വന്നിട്ട് നേരെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള റോഡ് വന്നാൽ ഈ ഒരു പരീക്ഷാഭവൻ എത്തും. പരീക്ഷാഭവനിലാണ് കൂടുതലായിട്ടും ജോലി ചെയ്യുന്ന ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ വിങ്ങിലും ഉണ്ട്. അപ്പോൾ ക്യാമ്പസിൻ്റെ മൊത്തത്തിലുള്ളൊരു റിതം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾ വരുന്നത് മെയിനായിട്ടും ഈ 2 ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നാണ്. ഇവിടുന്ന് നമുക്ക് ചെറിയൊരു ഇടവഴി കൂടി എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊക്കെ പോകാൻ പറ്റും. അങ്ങനെ ഈ റോഡ് നമ്മൾ തിരിച്ച് പിന്നെയും പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്തുന്നത് ആ ഒരു അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിൻ്റെ മുമ്പിൽ തന്നെയാണ്. ഇവിടെ സ്റ്റാഫിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ചെറിയൊരു പ്ലേ ഏരിയ, അതുപോലെ തന്നെ നഴ്സറി പോലെയൊക്കെയുള്ള ഒരു ചെറിയ സിസ്റ്റം ഉണ്ട്. അതിൻ്റെ ഒരു ബിൽഡിങ്ങാണ് നിങ്ങളിപ്പോൾ നേരെ കാണുന്ന ഒരു ചെറിയൊരു ബിൽഡിങ്. ഈ നേരെ പോകുന്ന അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിൻ്റെ മുമ്പിൽ നിന്ന് റോഡ് 3 ആയിട്ടാണ് തിരിയുന്നത്. ഒന്ന് നമ്മളിപ്പോൾ വരുന്ന പരീക്ഷാ ഭവൻ, ഒന്ന് നേരെ മെയിൻ എൻട്രൻസിലേക്കുള്ള ഗേറ്റ്, ഒന്ന് ഹെൽത്ത് സെൻറ്ററിലേക്കുള്ള റോഡ്. ആ റോഡിലൂടെ പോകുമ്പോഴാണ് നമുക്ക് കുറച്ച് ഡിപ്പാർട്ട്മെൻറ്റ്സിനെയും കൂടി കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റിൻ്റെ ഹെൽത്ത് സെൻറ്റർ. സ്റ്റുഡൻസിനും ഫാക്കൽറ്റി മെമ്പേഴ്സിനും ഒക്കെ
ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. സ്മോൾ ഹെൽത്ത് ഇഷ്യൂസ്, ഫസ്റ്റ് എയ്ഡ്, മെഡിക്കൽ കൺസൾട്ടേഷൻ പോലെയുള്ള സർവീസ് ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ കൺസൾട്ടേഷൻ ഫീസ് ഒന്നും കൊടുക്കണ്ട. ഇവിടെ നിന്ന് കിട്ടുന്ന മെഡിസിൻസിന് നമുക്ക് പൈസയൊന്നും ചാർജ് ചെയ്യില്ല. ഇവിടെ വെച്ച് റോഡ് രണ്ടായിട്ട് പിന്നെയും ഡിവൈഡ് ആവുകയാണ്. ആ റോഡിലൂടെ നമ്മൾ പിന്നെ വരും. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് സ്കൂൾ ഓഫ് ബയോ സയൻസിൻ്റെ അടുത്തേക്കാണ്. ബയോളജി, ബയോടെക്നോളജി, മൈക്രോബയോളജി, മോളിക്കുലർ ബയോളജി പോലുള്ള അഡ്വാൻസ്ഡ് സയൻസ് സബ്ജക്ട് കോഴ്സുകളൊക്കെ നടക്കുന്നത് ഇവിടെയാണ്. മോഡേൺ ലബോറട്ടറീസും എക്സ്പീരിയൻസ് ഫാക്കൽറ്റിയും റിസർച്ച് സ്കോളേഴ്സും ഒക്കെ കൊണ്ട് യൂണിവേഴ്സിറ്റിയിൽ ഒരു ലീഡിംഗ് ആയിട്ടുള്ള റിസർച്ച് സെൻ്ററാണിത്. ഇവിടെ നിന്ന് നമ്മൾ പിന്നെ നേരെ പോകുന്ന സമയത്ത് നേരെ കാണുന്നത് ദ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ബിസിനസ് സ്റ്റഡീസ് ആണ്. MBAയുടെ ഒരു ബിൽഡിംഗ് ആണ്. MBA ബിൽഡിംഗ് അത്യാവശ്യം ഒരുപാട് സ്റ്റുഡൻറ്റ് സ്ട്രെങ്ത് ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ നേരെ പോകുമ്പോൾ ഇപ്പോൾ കാണുന്നത് എഗെയിൻ മൂന്നും കൂടി ഒരു ജംഗ്ഷനാണ്. ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മുടെ ഓണം സെലിബ്രേഷൻസ്, ഹോളി അതൊക്കെ നടക്കാറുള്ളത്. ഇതിനെ റോയ് ജംഗ്ഷൻ എന്നാണ് പറയാറുള്ളത്. അവിടെ ചായക്കടയിൽ ഇരിക്കുന്ന ചേട്ടൻ്റെ പേര് റോയ് എന്നാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇവിടുന്ന് പിന്നെ നമ്മൾ നേരെ മുകളിലേക്ക് പോകുന്നത് ലൈബ്രറിയിലേക്കാണ്. അപ്പോൾ നമ്മൾ നേരെ കാണുന്നത് സ്കൂൾ ഓഫ് കെമിക്കൽ സയൻസിൻ്റെ ബിൽഡിംഗ് ആണ്. നമുക്കിവിടെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ നടത്താറുണ്ട്. അതിൽ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് ഫിലിം ഫെസ്റ്റിവൽ. സെലക്റ്റഡ് ആയിട്ടുള്ള മൂവീസാണ് നമുക്കതിൽ കാണിക്കുന്നത്. അതിൽ കുറേ തിയേറ്റർ സ്പേസ് ഒക്കെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവാറ്. ഇതാണ് നമ്മുടെ MG യൂണിവേഴ്സിറ്റിയിലെ ലൈബ്രറി. ക്യാമ്പസിലെ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. എന്ത് കാര്യത്തിലാണെങ്കിലും ഒരുപാട് ബുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കുക. ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്ന സമയത്ത് SIRPൻ്റെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. ഇപ്പുറത്തെ സൈഡിലായിട്ട് റീഡിംഗ് റൂമാണുള്ളത്. നേരെ നമ്മൾ വന്നു കഴിയുമ്പോൾ ചെറുതായിട്ടൊരു ഷട്ടിൽ കോർട്ടൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങളും ഇടക്കാലത്ത് ഈ ഒരു ചെറിയ ഗ്രൗണ്ടിൽ ഷട്ടിൽ കളിക്കാനൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഈ ലൈബ്രറിയോട് ചേർന്ന ഒരു ബിൽഡിംഗ് തന്നെയാണ് റീഡിംഗ് റൂം എന്ന് പറയുന്നത്. ഒരു കംപ്ലീറ്റ് സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്റ്റഡി സ്പേസ് ആണിത്. സ്റ്റുഡൻസിന് അസൈൻമെൻറ്റ് പ്രിപ്പയർ ചെയ്യാനും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാംസിന് ഒക്കെ പഠിക്കാനും റിസർച്ച് ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കാനും ഒക്കെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ വളരെ ഈസിയാണ്. ഇവിടെ രജിസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട്. കുടിക്കാനായിട്ട് ഫിൽറ്റർ വാട്ടർ ഉണ്ട്. അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അക്കാഡമിക് പർപ്പസിന് പഠിക്കാനുള്ളവർ മാത്രമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഫ്രീ വൈഫൈ ഉണ്ട്. അതുപോലെ തന്നെ മൊത്തം സെൻട്രലൈസ്ഡ് AC ഫെസിലിറ്റിയും കൂടി കൊടുത്തിട്ടുണ്ട്. റീഡിംഗ് റൂം 24/7 ആണ്. പക്ഷേ നമ്മുടെ ലൈബ്രറി രാത്രി ഒരു 11 മണി 12 മണി വരെ നിലവിലത്തെ സാഹചര്യത്തിലുള്ളൂ. ലൈബ്രറിക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇവിടെ അഡ്മിഷൻ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ആ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യും. അപ്പോൾ തന്നെ ലൈബ്രറീൻ്റെ ഓപ്പണിംഗ് ഡേയ്സ്, ലൈബ്രറി ക്ലോസ് ആയിട്ടുള്ള ഡേയ്സ്, അതൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആ ഒരു ഗ്രൂപ്പിൽ കിട്ടും. ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് IRBS, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് ഇൻ ബേസിക് സയൻസ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയൻറ്റിഫിക് എഡ്യൂക്കേഷനും ഹൈ ക്വാളിറ്റി റിസർച്ചും ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. ഡിഫറെൻറ്റ് സയൻസ് ഡിസിപ്ലിനിലുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിനും ഇന്നോവേറ്റ് ആയിട്ടുള്ള റിസർച്ച് പ്രോഗ്രാംസും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. സയൻസ് റിസർച്ചിന് യൂണിവേഴ്സിറ്റി നൽകുന്ന ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് വളരെയധികമാണ്. അതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ വെച്ചിട്ട് ഈ റോഡ് പിന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. നേരെ താഴേക്ക് പോകുമ്പം ചെറിയൊരു കുറുക്ക് വഴി കൂടി നമുക്ക് അതിരമ്പുഴയിലേക്ക് പോകാനായിട്ടുള്ളൊരു വഴിയുണ്ട്. നമ്മൾ നേരെ ഇവിടുന്ന് പോകുന്ന സമയത്ത് കുറച്ച് ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഒരു മെയിൻ ക്യാൻറ്റീൻ സ്പോട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ക്യാമ്പസിനുള്ളിൽ തന്നെ ഒരു 5-6 ക്യാൻറ്റീനുകളുണ്ട്. അപ്പം എല്ലാവരുടെയും ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയാണോ അതിൻ്റെ അടുത്തായിട്ട് നിങ്ങൾക്ക് ആക്സസിബിൾ ആയിട്ടുള്ള സ്പോട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റ് ക്യാൻറ്റീനിൽ നമുക്ക് പുറത്തേക്ക് വെച്ച് നോക്കുമ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് അവിടെ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഈ റോഡ് നമ്മൾ നേരെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റാണ് നമുക്ക് കാണാൻ പറ്റുക. മോഡേൺ ആയിട്ടുള്ള ലബോറട്ടറീസ്, റിസർച്ച് ഫെസിലിറ്റീസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി എന്നിവയൊക്കെ കൂടി സ്റ്റുഡൻസിന് തിയററ്റിക്കൽ നോളജ് മാത്രമല്ല പ്രാക്ടിക്കൽ റിസർച്ച് എക്സ്പീരിയൻസും ഇവിടെ ഗെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സയൻറ്റിഫിക് ഇന്നോവേഷൻസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണിത്. ഇപ്പോൾ നിങ്ങളീ കാണുന്നതാണ് ആംഫി തിയേറ്റർ. നമുക്ക് ഫാഷൻ ഷോ പോലെയുള്ള പ്രോഗ്രാംസും പിന്നെ കുറേ പ്രോഗ്രാംസ് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ആണിത്. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഫുള്ളി പാക്ഡ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഒരുപാട് പ്രോഗ്രാംസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ കോൺഫറൻസുകൾ, നാഷണൽ കോൺഫറൻസുകൾ, ഓപ്പൺ ഡിഫൻസ്, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. ഇവിടെ എത്തുമ്പോൾ നമ്മൾ പിന്നെ 4 കൂടി ഒരു ജംഗ്ഷനിലേക്കാണ് തിരിയുന്നത്. നമ്മൾ ഓരോ റോഡും എക്സ്പ്ലോർ ചെയ്തു. ഇവിടുന്ന് നേരെ താഴേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് മരങ്ങളും ഒക്കെ ആയിട്ട്.
ഇപ്പോൾ നിങ്ങൾ ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ആണ് ഗസ്റ്റ് ഹൗസ്. യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്ന ഗസ്റ്റ്, സ്പീക്കേഴ്സ്, വിസിറ്റിംഗ് പ്രൊഫസേഴ്സ്, റിസർച്ചേഴ്സ്, ഒഫീഷ്യൽസ് എന്നിവർക്കൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബിൽഡിംഗ് ഉള്ളത്. ഈ റോഡ് നേരെ താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് സ്കൂൾ ഓഫ് എൻവയോൺമെൻറ്റൽ സയൻസിൻ്റെ ബിൽഡിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ എൻവയോൺമെൻറ്റ് കൺസർവേഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, ബയോഡൈവേഴ്സിറ്റി, പൊല്യൂഷൻ കൺട്രോൾ, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് പോലെയുള്ള വളരെ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൽ റിസർച്ചും സ്റ്റഡീസും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ഫ്യൂച്ചർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സയൻസ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിന് സ്റ്റുഡൻസിനെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണിത്. ഇവിടെ എത്തുന്ന സമയത്ത് റോഡ് പിന്നെയും മൂന്നായിട്ട് തന്നെ തിരികെയാണ്. നമ്മളിപ്പോൾ പോകുന്നത് സ്പോർട്സ് ഗ്രൗണ്ടിലേക്കാണ്. ഗ്രൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ റോഡിൻ്റെ പുറത്തുകൂടി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടിയാണ് കയറാൻ പോകുന്നത്. ഈ റോഡ് ഇങ്ങനെ നേരെ താഴേക്ക് പോകുന്ന സമയത്ത് നിങ്ങളിപ്പം ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് തന്നെയാണ് നമ്മുടെ ഗ്രൗണ്ട്. ഓപ്പോസിറ്റ് സൈഡിലൊക്കെയുള്ള നമ്മൾ ബിൽഡിങ്സ് ഓൾറെഡി കവർ ചെയ്തു. ഇവിടെ കുറേ പാലമരം ഉണ്ട് കേട്ടോ. പാല പൂത്ത മണമൊക്കെ നമുക്ക് രാത്രി സമയങ്ങളിലൊക്കെ വരുമ്പം മണം ഉണ്ടാവും. ഈ കാണുന്ന ഈ ഒരു വലിയ ഗ്രൗണ്ടാണ് നമ്മുടെ ഗ്രൗണ്ട്. ക്യാമ്പസിലെ സ്പോർട്സ് ആക്ടിവിറ്റീസ് മെയിനായിട്ട് നടക്കുന്ന ഒരു വെന്യൂ ആണിത്. ഫുട്ബോൾ, അത്ലറ്റിക്സ്, ക്രിക്കറ്റ്, യൂണിവേഴ്സിറ്റി മീറ്റ്സ്, ഇൻ്റർ കൊളീജിയേറ്റ് കോമ്പറ്റീഷൻസ്, അങ്ങനെ ഒരുപാട് സ്പോർട്സ് ഇവൻറ്റ്സ് ഇവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അക്കാഡമിക്സ് മാത്രമല്ല, സ്പോർട്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൾച്ചർ ഈ ഒരു ക്യാമ്പസിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അതായത് സ്പോർട്സ് സയൻസ്, ഫിസിക്കൽ ഫിറ്റ്നസ്, കോച്ചിങ്, ഹെൽത്ത്, വെൽനസ് എന്നിവയിലൊക്കെ സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണിത്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ്, കോച്ച്, സ്പോർട്സ് പ്രൊഫഷണൽസ് എന്നിവരെ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. ഹെൽത്തി ബോഡി ആൻഡ് ഹെൽത്തി മൈൻഡ് എന്നുള്ളൊരു കോൺസെപ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത്. ഇവിടുന്ന് നമ്മൾ റോഡിലേക്ക് തിരിച്ചിറങ്ങിയിട്ട് ഇനി മെയിൻ ഗേറ്റ് വഴിയാണ് അകത്തേക്ക് കയറാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന കോമ്പൗണ്ട് മുഴുവൻ യൂണിവേഴ്സിറ്റീൻ്റെ ക്യാമ്പസിൻ്റെ ഭാഗമായിട്ടുള്ള ബിൽഡിങ്ങുകളാണ്. എഗെയിൻ മെയിൻ ഗേറ്റ് വഴി തന്നെ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കുമ്പം കാണുന്നുണ്ട് ഒരു ചെറിയ സ്ക്രീൻ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് യൂണിവേഴ്സിറ്റീൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിട്ട് കാണിക്കുന്നത്. പിന്നെ SBIൻ്റെ ഒരു ATMും ചെറിയൊരു ബാങ്കും ഒക്കെ അവിടെയുണ്ട്. നേരെ പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ക്യാമ്പസിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ തന്നെയുള്ള നമ്മുടെ ഫസ്റ്റ് ക്യാൻറ്റീനാണ്. അവിടെയും വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പം നമ്മൾ നേരെ പോകുന്നത് സ്കൂൾ ഓഫ് പെഡഗോജിക്കൽ സയൻസിലേക്കാണ്. ടീച്ചിങ് പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന്, എസ്പെഷ്യലി ഈ MEd പോലെയുള്ള കോഴ്സുകൾക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്പേസാണ്. എഡ്യൂക്കേഷൻ, ടീച്ചിങ് മെത്തേഡ്സ്, കരിക്കുലം ഡെവലപ്മെൻറ്റ്, എഡ്യൂക്കേഷണൽ സൈക്കോളജി, ക്ലാസ് റൂം മാനേജ്മെൻറ്റ് പോലുള്ള ടോപ്പിക്സ് ഒക്കെയാണ് ഈ ഒരു പെഡഗോജിക്കൽ സയൻസിൽ MEdൽ ഇവരെ പഠിപ്പിക്കുന്നത്. ഫ്യൂച്ചർ ടീച്ചേഴ്സിനെ ഷേപ്പ് ചെയ്യുന്ന ഒരു എക്സലൻറ്റ് അക്കാഡമിക് സെൻറ്റർ തന്നെയാണ് ഈ ഒരു പെഡഗോജിക്കൽ സയൻസ്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ മേളിലേക്ക് പോകുന്ന സമയത്ത് സൈഡിൽ കഫറ്റീരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്ട്രെയിറ്റ് നമ്മൾ പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾ കാണുന്നതാണ് പെഡഗോജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നല്ലൊരു ഗാർഡൻ. അവർ വെൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഗാർഡനാണത്. ആ സൈഡിൽ തന്നെ നെക്സ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എംപ്ലോയ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ ആണ്. കരിയർ ഗൈഡൻസ്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, കോമ്പറ്റേറ്റീവ് എക്സാം ഇൻഫർമേഷൻസ്, സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് എന്നിവയിൽ യൂണിവേഴ്സിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെൻറ്ററാണത്. ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് കരിയറൊക്കെ പ്ലാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണിത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് ഉള്ളത്. MG യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് സ്കൂൾസിൽ ഒന്നാണ് ഈ ഒരു സ്കൂൾ ഓഫ് ലെറ്റേഴ്സ്. ലിറ്ററേച്ചർ, ലാംഗ്വേജ്, ലിംഗ്വിസ്റ്റിക്സ്, കൾച്ചറൽ സ്റ്റഡീസ്, ക്രിയേറ്റീവ് റൈറ്റിംഗ് പോലെയുള്ള സബ്ജക്ട്സ് ഒക്കെയാണ് ഇവിടെ ഈ ഒരു MA കോഴ്സിൽ പഠിപ്പിക്കുന്നത്. റൈറ്റേഴ്സ്, റിസർച്ചേഴ്സ്, അക്കാഡമീഷ്യൻസ്, ലാംഗ്വേജ് എക്സ്പേർട്സ് എന്നിവരൊക്കെ ഈ ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഈ സ്കൂളിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളാണുള്ളത്. ഇവിടുന്ന് നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്ന സമയത്ത് കാണുന്നതാണ് ബിഹേവിയറൽ സയൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. സൈക്കോളജീൻ്റെ MSc കോഴ്സുകളും റിസർച്ചും ഒക്കെയാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. അടുത്തത് സ്കൂൾ ഓഫ് ഫുഡ് സയൻസ് ആണ്. ഫുഡ് ക്വാളിറ്റി, ന്യൂട്രീഷൻ, ഫുഡ് സേഫ്റ്റി, ഫുഡ് ടെക്നോളജി, ഫുഡ് പ്രോസസ്സിംഗ് പോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഹെൽത്തി ഫുഡ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാനും സയൻറ്റിഫിക് റിസർച്ച് കണ്ടക്ട് ചെയ്യാനും സ്റ്റുഡൻസിനെ പ്രിപ്പയർ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണിത്. ഇവിടുന്ന് ഇതാ നേരെ പോകുമ്പോൾ പിന്നെ റോഡ് ജംഗ്ഷൻ എത്തി. അവിടുന്ന് നേരെ താഴേക്ക് ഇറങ്ങിയാൽ എൻവയോൺമെൻറ്റൽ സയൻസും കഴിഞ്ഞ് 3ഉം കൂടി ആ ഒരു വഴി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്നത് സ്കൂൾ ഓഫ് ഗാന്ധിയൻ സ്റ്റഡീസിലേക്കാണ്. MG യൂണിവേഴ്സിറ്റിയിലെ ഫിലോസഫി, പീസ്, നോൺ വയലൻസ്, റൂറൽ ഡെവലപ്മെൻറ്റ്, സസ്റ്റൈനബിൾ സൊസൈറ്റി, സോഷ്യൽ ജസ്റ്റിസ് എന്നിവയെക്കുറിച്ചിട്ടുള്ള അക്കാഡമിക് സ്റ്റഡീസും റിസർച്ചും ഒക്കെ നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഗാന്ധിയൻ വാല്യൂസ് ഇന്നത്തെ സൊസൈറ്റിയിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് സ്റ്റുഡൻസിനെ തിങ്ക് ചെയ്യാനും ഇൻസ്പയർ ചെയ്യുന്ന ഒരു യുണീക്ക് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത്.
അവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന സമയത്ത് കാണുന്നത് വൈസ് ചാൻസലറിൻ്റെയും യൂണിവേഴ്സിറ്റിയിലെ അതർ സീനിയർ ആയിട്ടുള്ള ഒഫീഷ്യൽസിൻ്റെ ക്വാർട്ടേഴ്സും ഒക്കെയാണ്. യൂണിവേഴ്സിറ്റിയുടെ ടോപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ലീഡർഷിപ്പിലുള്ള ആളുകൾ ഇവിടെയാണ് താമസിക്കുന്നത്. ക്യാമ്പസിൻ്റെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ, അക്കാഡമിക് ഡിസിഷൻസ്, ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്സ് എന്നിവയ്ക്കൊക്കെ ഈ ലീഡർഷിപ്പ് നൽകുന്ന ആളുകൾ ഈ അഡ്മിനിസ്ട്രേഷൻ ടീമാണ്. സെക്യൂരിറ്റിയും പ്രൈവസിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് ഒരു കാം ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഈ ഒരു സ്റ്റാഫിന് വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടുന്ന് നേരെ മുമ്പോട്ട് പോകുമ്പോൾ ഇതെന്താ റിസർവ് ഫോറസ്റ്റ് ആണോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിപ്പോകും. അത്രയ്ക്കും രണ്ട് സൈഡിലും വിജനമായിട്ട് കാട് പിടിച്ച് കിടക്കുന്ന പോലത്തെ സ്ഥലങ്ങളാണ്. ഇവിടെ സ്റ്റാഫ് ക്വാർട്ടേഴ്സിനൊക്കെ അതുപോലെ സ്റ്റുഡൻസിൻ്റെ ഹോസ്റ്റലുകൾക്കൊക്കെ നദികളുടെ പേരാണ് ഇട്ടിരിക്കുന്നത്. കേരളത്തിൽ ഒഴുകുന്ന പല നദികളുടെയും പേരുകളാണ് ഇനി നിങ്ങൾ അങ്ങോട്ട് കാണാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ നേരെ കാണാൻ പോകുന്നത് സ്റ്റാഫ് ക്വാർട്ടേഴ്സിൻ്റെ പേരെന്ന് പറയുന്നത് മുല്ലയാർ എന്ന് പറയുന്ന ഒരു ക്വാർട്ടേഴ്സാണ്. യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റി മെമ്പേഴ്സും സ്റ്റാഫ് മെമ്പേഴ്സും ഒക്കെ താമസിക്കുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയാണിത്. ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ അക്കമഡേഷൻ ഉള്ളവർക്ക് സ്റ്റാഫ്സിന് യൂണിവേഴ്സിറ്റിയിലെ ആക്ടിവിറ്റീസിലൊക്കെ കൂടുതലായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും വളരെ കൺവീനിയൻ്റ് ആയിട്ടാണ് ഇങ്ങനെ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സറൗണ്ടിങ്സും ഗ്രീനറിയൊക്കെയുള്ള ഈ ഒരു ഏരിയ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഇപ്പം നിങ്ങൾ നേരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മുല്ലയാർ എന്നാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ പേര്. നേരെ മുമ്പോട്ട് നോക്കുമ്പോഴത്തേക്കും ഇപ്പുറത്തും അതുപോലെ തന്നെ ഒരു വിങ് ഓഫ് ബിൽഡിംഗ് കാണാം. അതിൻ്റെ പേര് പെരിയാർ എന്നാണ്. മുല്ലയാർ പോലെ തന്നെ യൂണിവേഴ്സിറ്റി സ്റ്റാഫും ഫാക്കൽറ്റി മെമ്പേഴ്സിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിഡൻഷ്യൽ കോംപ്ലക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ പിന്നെയും ഗാർഡിയൻ സ്റ്റഡീസിൻ്റെ അതിലേക്ക് കൂടി വരുന്ന സമയത്ത് രണ്ട് റോഡ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും. റൈറ്റ് സൈഡിലുള്ള റോഡ് പോയി നമുക്ക് അതിരമ്പുഴ ടൗൺ ടച്ച് ചെയ്യാം. ഇപ്പം ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന എൻവയോൺമെൻറ്റൽ സയൻസിൻ്റെ ബിൽഡിംഗ് ആണ്. ഇവിടുന്ന് പിന്നെയും നമുക്കൊരു 4 കൂടിയ ജംഗ്ഷൻ കാണാം. നേരെ സ്പോർട്സ് ഗ്രൗണ്ടിലേക്കുള്ള റോഡ്, മുകളിലേക്ക് പോകുന്നത് നമ്മളിപ്പോൾ വന്ന വഴി, താഴേക്ക് നേരെ പോകുന്നത് കൺവേർജൻസും അതുപോലെ തന്നെ നമ്മുടെ ഹോസ്റ്റലിലേക്കുള്ള റോഡാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കൺവേർജൻസിൻ്റെ ബിൽഡിംഗ് ആണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള അക്കാഡമിക് ആക്ടിവിറ്റീസ് ആണ് ഈ ഒരു ബിൽഡിങ്ങിൽ നടക്കുന്നത്. ഇത്രയും നേരം നിങ്ങൾ കണ്ട ബിൽഡിങ്സ് പോലെ ആയിരിക്കില്ല. ഏറ്റവും അഡ്വാൻസ്ഡ് ലെവലിൽ ഏറ്റവും പുതിയൊരു ബിൽഡിംഗ് ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടുന്നത് ഈ കൺവേർജൻസിൻ്റെ ബിൽഡിംഗ് ആയിരിക്കും. ആ ഒരു ലക്ഷറി ഫീൽ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇത്രയും വലിയൊരു പാർക്കിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലുള്ള സ്റ്റുഡൻസിനും റിസർച്ചേഴ്സിനും ഒക്കെ ഒരുമിച്ച് ഇൻട്രാക്ട് ചെയ്യാനും ഐഡിയാസ് ഷെയർ ചെയ്യാനും ഒരു സ്പേസ് കറേജ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. നോളജ് ഷെയർ ചെയ്യുന്ന ഒരു കൊളാബറേറ്റീവ് ഹബ്ബ് എന്ന് തന്നെ നമുക്ക് ഈ ഒരു ഏരിയനെ പറയാൻ പറ്റും. കൺവേർജൻസിൻ്റെ കോംപ്ലക്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളിനി നേരെ പോകാൻ പോകുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലേക്കാണ്. ബോയ്സിനും ഗേൾസിനും ഒരു റോഡിൻ്റെ 2 സൈഡിലായിട്ടാണ് ഇവിടെ അക്കമഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ റോഡ് നേരെ സ്ട്രെയിറ്റ് ഇങ്ങനെ പോവുകയാണ്. ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ട് സൈഡിൽ ഇങ്ങനെ കുറച്ച് ചെയർസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ രാത്രി സമയങ്ങളിലൊക്കെ നമുക്ക് നടക്കാൻ എളുപ്പത്തിന് സ്ട്രീറ്റ് ലാംപ്സും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. വളരെ സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻ്റ് ആണ്. നിങ്ങളിപ്പം ഇവിടെ കാണുമ്പോൾ തന്നെ സൈഡിൽ എല്ലായിടത്തും ഒക്കെ ആയിട്ട് സെക്യൂരിറ്റി റൂംസും സെക്യൂരിറ്റീസിനൊക്കെ നമുക്ക് കാണാമല്ലോ. ആ ഒരു സർവീസ് നമുക്ക് രാത്രിയൊക്കെ ഉണ്ടാവും. നേരെ പോകുമ്പോൾ ഇപ്പോൾ കാണുന്നത് ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു വാട്ടർ റിസോഴ്സ് ഏരിയ ആണ്. അതൊരു ഡാം പോലെ ഇങ്ങനെ കിടക്കുന്ന ഒരു വെള്ളം നിൽക്കുന്നൊരു സ്ഥലമാണ്. അവിടുന്ന് തന്നെ നമ്മൾ പിന്നെയും റോഡ് 2ആയിട്ട് സ്പ്ലിറ്റ് ആവുകയാണ്. ഈ ഒരു റൈറ്റ് സൈഡിലുള്ള റോഡിൽ കൂടി നമ്മൾ പോകുന്ന സമയത്ത് എഗെയിൻ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. യൂണിവേഴ്സിറ്റിയിലുള്ള എല്ലാ സ്റ്റുഡൻസിനും അക്കോമഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഇപ്പോൾ ഇവിടെ ഇല്ല. ഇപ്പോൾ നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയതായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹോസ്റ്റലാണ്. യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയിട്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ കിട്ടണം എന്നില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പാടലിപുത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോസ്റ്റലാണ്. ഈ റോഡിൻ്റെ 2 സൈഡിലായിട്ടാണ് ഹോസ്റ്റലുകൾ വരുന്നത്. ഇപ്പോൾ കാണുന്ന ചന്ദ്രഗിരി, ഇത് മീനച്ചിൽ. ലെഫ്റ്റ് സൈഡിലുള്ളത് ഗേൾസ് ഹോസ്റ്റലുകളും റൈറ്റ് സൈഡിലുള്ളത് ബോയ്സ് ഹോസ്റ്റലുമാണ്. ഇത് നിള എന്ന് പറയുന്ന ഹോസ്റ്റലാണ്. ഇവിടെയാണ് ഞാൻ നിന്നിരുന്നത്. പിന്നെ റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന സമയത്ത് ഇപ്പുറത്ത് പല്ലന എന്ന് പറയുന്നൊരു ഹോസ്റ്റലാണ്. ഇവിടെ വെച്ച് വഴി 2ആയിട്ട് പിരിയുകയാണ്. ഇവിടുന്ന് നേരെ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഗേൾസ് ഹോസ്റ്റലുകളും ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റലുകളാണുള്ളത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട് ഹോസ്റ്റൽ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ MG യൂണിവേഴ്സിറ്റിൻ്റെ ക്യാമ്പസിലാണ്. വേമ്പനാട് എന്നാണ് ആ ട്രാൻസ്ജെൻഡർ ഹോസ്റ്റലിൻ്റെ പേര്. ട്രാൻസ്ജെൻഡർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അക്കോമഡേഷനാണ്. ഇൻക്ലൂസീവ്നെസ്സും ഇക്വാലിറ്റിയും പ്രൊമോട്ട് ചെയ്യുന്ന MG യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഇനീഷ്യേറ്റീവ്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഹോസ്റ്റൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് സ്റ്റുഡൻസിനെ വെൽക്കം ചെയ്യുന്നുണ്ട്. ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു എൻഡ്, കബനി എന്ന് പറയുന്ന ഹോസ്റ്റൽ. ഇത് ഗേൾസ് ഹോസ്റ്റലാണ്. ഇവിടെ ഒരു ഡോർമിറ്ററി ടൈപ്പാണ്. ഇവിടെ നമ്മൾ പിന്നെ തിരിച്ച് താഴേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന പല്ലനയാണ്. ഈ ഒരു ഏരിയയിൽ വെച്ചിട്ട് കുറേ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഹോസ്റ്റലിന് കണ്ടക്ട് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എല്ലാ വർഷവും ഹോസ്റ്റൽ ഡേ സെലിബ്രേഷൻസ് ഒക്കെ നടക്കാറുണ്ട്. അത് ഇവിടുത്തെ വലിയൊരു പ്രോഗ്രാമാണ്. അപ്പോൾ അതൊക്കെ ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ടാണ് നടക്കുന്നത്. ഈ പല്ലന എന്ന് പറയുന്ന ഒരു PhD ഹോസ്റ്റലാണ്. റിസർച്ച് സ്കോളേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഉള്ളൊരു ഹോസ്റ്റലാണ്. സിംഗിൾ റൂം അക്കോമഡേഷൻസ് ആണ് അവിടെ ഉള്ളത്. അവർക്ക് കൂടുതലായിട്ടൊരു 5 വർഷമൊക്കെ മിനിമം ഇവിടെ നിൽക്കേണ്ടതായിട്ട് വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു അവരുടെ സൈസും റൈറ്റിങ്ങും പബ്ലിക്കേഷൻസും ഇതിലൊക്കെ കോൺസെൻട്രേറ്റ്
കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനൊരു ഒരു ആക്സസ് അവർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റിസർച്ച് സ്റ്റുഡൻസിൻ്റെ അക്കാഡമിക് സ്റ്റൈലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അക്കോമഡേഷൻ സ്റ്റൈലാണ് ഇവിടെ വരുന്നത്. പിന്നെ നമ്മളിവിടെ എത്തുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് തിരിച്ച് നമ്മൾ താഴേക്ക് പോകുന്ന സമയത്ത് എത്തുന്നത് നമ്മൾ വന്ന വഴി കൂടി തന്നെയാണ്. ഇനി നമുക്ക് കാണാനായിട്ടുള്ളത് മെയിൻ എൻട്രൻസിൻ്റെ സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന റോട്ടിലുള്ള ഒരു മാത്സ് ഡിപ്പാർട്ട്മെൻറ്റാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മാത്തമാറ്റിക്സ്. അതിനടുത്തായിട്ട് തന്നെ നമുക്കിവിടെ ഒരു ചെറിയ വാട്ടർ സ്റ്റോറേജ് ഡാം വരുന്നുണ്ട്, ഒരു ക്യാമ്പസ് റിസർവോയർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ക്യാമ്പസിൻ്റെ വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണിത്. ക്യാമ്പസിലെ വാട്ടർ റിക്വയർമെൻറ്റ്സിനെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് ചുറ്റുമുള്ള ഒരു ഗ്രീനറി, പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ കാണാൻ പറ്റുന്ന ഏരിയയിലാണിത്. ക്യാമ്പസിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിഫ്രഷിങ് സ്പോട്ട്സിലൊന്നായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഒരു നാച്ചർ സസ്റ്റൈനബിലിറ്റി ഒക്കെ ഒന്നിച്ച് പ്രിസർവ് ചെയ്യുന്ന ഒരു ക്യാമ്പസ് സ്പേസ് ആണിത്. അപ്പം ഇത്രയാണ് നമ്മുടെ MG യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ഇപ്പം പെട്ടെന്ന് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ഏരിയാസൊക്കെ. ഇൻഡിവിജ്വലായിട്ട് എന്തെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിലോ കാര്യങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അത് ഇട്ടാൽ മതി. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇനി ഇവിടെയുള്ള സമയം കൊണ്ട് അത് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്.